ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ അങ്ങനെയൊന്നുമല്ല, നമ്മളൊരു വൺ ഡേ ടൂറിൻ്റെ വീഡിയോ, നമ്മൾ അടിച്ച് പൊളിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഏട്ടനും, അതേമാതിരി എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ഏട്ടന്മാർ രണ്ടാൾ, അങ്ങനെ ഒരു മൂന്ന് ഫാമിലിയാണ് നമ്മളിന്ന് ടൂർ പോകുന്നത്. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. ഇതേ ബാക്കിൽ കുറച്ച് കുറുമ്പന്മാരുണ്ട്. അപ്പോൾ അവരെന്തിനാ വീഡിയോ എടുക്കുന്നത് ചോദിക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഒരു ഹായ് പറയും. ഇപ്പോൾ ആൾ ഹായ് പറയുന്നുണ്ട്. കാര്യങ്ങൾ ഡീറ്റെയിലും മനസ്സിലായ ശേഷമാണ് ആൾ ഹായ് പറയുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഈ വണ്ടിയിൽ, ബാക്കി കുറച്ച് പേര് മുന്നേ ഒരു വണ്ടി പോകുന്നുണ്ട്. അതിൽ ഞങ്ങൾ പോകുന്ന വഴികളാണ് ഈ കാണിക്കുന്നത്. ഇത് പാലക്കാടിലെ ലുലുമാൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം വ്യത്യസ്ത സ്ഥലങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ അല്ല കേട്ടോ കയറുന്നത്, ഇതാ ഫാൻറ്റസി പാർക്ക്. നമുക്ക് വൺ ഡേ ടൂറിന് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. നമ്മൾ ഫ്രണ്ട് കാണുന്ന ഒരു ഇതിൽ ഇങ്ങനെ വെളിയിൽ കേട്ടോ, അങ്ങനെ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോപ്പോൾ ഈ ഒരു ഇതാണ് കാണിക്കുന്നത്. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നൊരു നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ മീനുണ്ടോ എന്ന് നോക്കണം. മീനുണ്ട് എന്ന് പറയണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല കേട്ടോ. ഇതാണ് ചെറിയ ഏട്ടൻ, ഏടത്തിയമ്മ, വേറേത് എൻ്റെ ഏട്ടൻ, ബാക്കിൽ വലിയ ഏട്ടൻ, വലിയ ഏടത്തിയമ്മ, അവൻ്റെ മക്കൾ എല്ലാവരും ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. നമ്മൾ കയറിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. ഇതാ ഒരു സൈഡ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിലുള്ള മാതിരി തന്നെ, ഒരുപാട് ഓവറായിട്ടൊന്നുമില്ല. ഇത് മോളും ഏട്ടൻ്റെ കുട്ടിയും. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഒരു സൈഡ് ചേർത്തി നമ്മളിങ്ങനെ ഉണ്ടാക്കില്ല, അതേമാതിരി നല്ല ഭംഗിയുള്ളൊരു, അത്യാവശ്യം പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം ഇതൊരു താമര, അതിൻ്റെയൊക്കെ ഒരു ചട്ടി, അതിൻ്റെ ഒരു ഇത് പൂവൊന്നും കണ്ടില്ല, കുറച്ച് ഇല മാത്രം. ഇതിലൊരു പൂവല്ല, ഇല തന്നെയാണ്. നമ്മളിവിടെ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ മോള് സൈഡ് ഒരു കുന്നും മലമാരിയൊക്കെ തോന്നും, നല്ല രസമാണ്. ഇതാ അത്യാവശ്യം ഒരു ദിനോസർ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിലൊരു സൗണ്ടും ഉണ്ട് കേട്ടോ, അതിൻ്റെ ഒരു എന്തോ ഒരു തരം സൗണ്ട്, ഇതിൻ്റെ ആ ഒരു സൗണ്ടില്ല, നമ്മൾ TV-യിൽ സിനിമയിലൊക്കെ അതേമാതിരി സൗണ്ടും ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കയറിയ ഒരു റൈഡ്, കാറ് റേസിങ്ങിൻ്റെ അതിൻ്റെ ഒരു ഇത്. ഞങ്ങളെല്ലാവരും ക്യൂ നിന്ന് എല്ലാവരും വന്നപ്പോൾ കയറുന്ന ടൈമിൽ ഞങ്ങളെ ഫാമിലി എല്ലാവരും ഇതിലൊപ്പം കയറിയിട്ടതാ മോളും മോനോട് പോയത്. ഇത് ചെറിയേട്ടനും മോനും, ഇത് വലിയേട്ടൻ്റെ മോനും മോളും, ഇത് എൻ്റെ മോനും മോളും അടിച്ചു. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഒപ്പം കയറിയുകൊണ്ട് ഇപ്പം ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഒന്നിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരിനെയൊക്കെ കവർ ചെയ്തെടുത്തു. ഞങ്ങളെല്ലാവരും ഒരു ട്രിപ്പ് തന്നെ കയറിയുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി നന്നായിട്ട്. നമ്മൾ പല ആൾക്കാരാണെങ്കിൽ നമുക്കത് ഈ ഒരു സുഖം കിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ ഫാമിലി തന്നെ ആയതുകൊണ്ട് നമ്മൾ നന്നായി അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒപ്പമായതുകൊണ്ടാണ് അതിൻ്റെ ഒരു ത്രില്ല്. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് അടുത്തൊരിത്, നമ്മൾ വേറൊരു റൈഡുണ്ട്, അതിൽ നമ്മൾ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് വരുന്ന ഒരു കൊട്ടാരന്മാർ, ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊട്ടാരന്മാർ തന്നെ തോന്നും. പക്ഷേ ഇതിൽ പോണൊരു വഴിയുണ്ട്, നമ്മൾ നോക്കി ഇങ്ങനെ പോകുന്നത്, തിരഞ്ഞ് ചുറ്റും ഗ്ലാസ്സാണ്, അത് തിരഞ്ഞ് നമ്മൾ പോകുന്നത്. അടുത്ത് വന്നൊരു റൈഡ്, ഈ റൈഡിലൊന്നും കയറിയില്ല, ഞങ്ങൾ കയറിയില്ല, പക്ഷേ ഏട്ടനും കുട്ടികളൊക്കെ കയറി. നല്ല രസമുണ്ട്. നമുക്ക് വെറുതെ ഇരിക്കില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ബോറടിയൊക്കെ തോന്നുന്നു, നമുക്ക് പുറമേ ഇറങ്ങണം, ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പാലക്കാട്ടിൽ നിന്ന് പെട്ടെന്ന് പോകാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം. ഞങ്ങളുടെ വീട് ഏകദേശം കണ്ണമ്പറ, എൻ്റെ വീട് കുണ്ടുകാട്, മൂലങ്കോട് കുണ്ടുകാടില്ലേ അവിടെ. അപ്പോൾ നമുക്ക് അവിടെ നിന്നായാലും ഇവിടെ നിന്നായാലും പെട്ടെന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയൊരു പ്ലാനിങ് കണ്ട ഒരു സ്ഥലം ഇതാണ്. പെട്ടെന്ന് തോന്നി. ഞങ്ങൾ അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത ഒന്നുമല്ല. ഞാൻ അച്ഛനും അമ്മയും ഒന്ന് കാണാമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയതാണ്. ആ സമയത്ത് കുട്ടികളൊക്കെ അമ്മായി പോവാന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു തോന്നിയൊരു ഐഡിയ. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒന്നും നടന്നിട്ടില്ല. ഇത് പെട്ടെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തു, അപ്പം തന്നെ അങ്ങോട്ട് റെഡി ആയി ഞങ്ങൾ ഇറങ്ങിയതാണ്.
പക്ഷെ കുട്ടികളൊക്കെ നന്നായി അടിച്ച് പൊളിച്ചു കേട്ടോ. എല്ലാ വീഡിയോ ഞങ്ങൾക്കത് എടുക്കാൻ പറ്റിയില്ല, എന്നാലും കുറച്ച് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പക്ഷേ അതിൽ ചെറിയ കുട്ടികൾക്ക് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കില്ലേ, 5 വയസ്സിന് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു റൈഡാണ് ഇത് കാണിക്കുന്നത്. ഒരു തോണിയാണ് അതിൽ കയറാം. പിന്നെ ഒത്തിരി ഉണ്ട് കളിക്കാൻ. പക്ഷേ ഇത്തിരി ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഈ ഊഞ്ഞാൽ കാണാൻ അധികം പൊക്കമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ആടി വരുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി. ഇത്രയും വട്ടത്തിങ്ങനെ ഇഷ്ടംമാതിരി കളിക്കാൻ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഇത് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത് ഒരു കുതിര. ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു ചാട്ടമുണ്ട്. ആ ചാട്ടം ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. നല്ല നല്ല രസമുണ്ട് കളിക്കാൻ പറ്റിയൊരു ഇത്. ചെറിയേട്ടൻ്റെ മക്കളെ ചെറുതാണ്, അവരൊക്കെ ഇതിൽ കയറി കളിക്കാൻ നല്ല, അവർക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം. അടുത്ത റൈഡ് ഇതാണ്. ഇതിലും ഞാനും ഏടത്തിയന്മാരും അങ്ങനെയൊന്നും കയറിയില്ല. പക്ഷേ ഏട്ടനേരും മോനും അവരെല്ലാവരും കയറി. നമുക്കിതിങ്ങനെ മെല്ലെ മെല്ലെ കറങ്ങുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് സ്റ്റോപ്പ് നല്ല സ്പീഡാവേണ്ടേ, അപ്പോൾ നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു പേടി. പക്ഷെ മോനൊക്കെ പറഞ്ഞു കണ്ടു വന്നപ്പോൾ നല്ല രസമുണ്ടമ്മ കയറുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളൊന്നും കയറിയൊന്നുമില്ല. നല്ല വയസ്സായ അമ്മമാരും എല്ലാവരും കയറുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ കണ്ടു നിൽക്കണവർക്കൊരു പേടിയെന്ന് മാത്രം. പിന്നെ അത് സൈഡ് വഴിക്ക് കാണുന്നുണ്ടോ ഒരു റൈഡ്, അത് നല്ല രസമുണ്ട്, കുഴപ്പമില്ല. ഇതിലൊന്നും ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ മെയിനായിട്ട് വെള്ളത്തിൽ കളിക്കുക ആ ഒരു ഉദ്ദേശത്താണ് ഞങ്ങൾ അമ്മമാരൊക്കെ അങ്ങനെ പോയത്. അമ്മമാരെന്ന് പറയുമ്പോൾ ഞാനും ഏടത്തിയന്മാരും പോയത്. കുട്ടികളൊക്കെ അടിച്ച് പൊളിച്ചു, അവർക്ക് പറ്റിയ സ്ഥലങ്ങൾ. ഞങ്ങൾക്കും പറ്റിയതല്ല, ഞങ്ങൾ വെള്ളത്തിൽ നന്നായി കളിച്ചു. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങൾ പ്ലാനിങ് അതായിരുന്നു. ഇതിലൊന്നും ഞങ്ങൾ കയറില്ല എന്നൊരു പ്ലാനിങ്ങിൽ തന്നെയായിരുന്നു പോയിണ്ടായിരുന്നത്. കുട്ടികളൊക്കെ അവർക്ക് എൻജോയ് ചെയ്യുക അത്രയേ ഉദ്ദേശിച്ചുള്ളൂ, അവരടിച്ച് പൊളിച്ചു. സൈഡിൽ കാണാട്ടോ, നമുക്കിത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയൊരു പേടി. പക്ഷേ കയറുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കറങ്ങണത് ലാസ്റ്റ് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി, അത്രയേ ഉള്ളൂ. താഴെന്ന് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഒത്തിരി ഉണ്ട് സൈഡ് വഴിക്കൊക്കെ, ഒത്തിരി റൈഡുകളുണ്ട്. പക്ഷെ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ എടുത്തു മാത്രം. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഫോണിനെ നമുക്കൊരു ലോക്കർ ഉണ്ടല്ലോ, ലോക്കർ തരുമല്ലോ, ആ ലോക്കറിൽ കൊണ്ട് വെച്ച് അതിനുശേഷം നമ്മുടെ മൊബൈലൊക്കെ പിന്നെ അവിടെയായി. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. മൊബൈൽ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിറങ്ങി കളിക്കാനൊന്നിനും ബുദ്ധിമുട്ടല്ല. നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെള്ളത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഫോണൊക്കെ കൊണ്ടുവച്ചു. നമ്മൾ മെയിനായിട്ട് പോയത് വെള്ളത്തിൽ കളിക്കുക എന്നുള്ള ഐഡിയയിലാണ്. അപ്പം ഫോണ് നമ്മൾ എടുത്തു വെച്ചു, ഫോൺ വേഗം ലോക്കറിൽ കൊണ്ട് വെച്ചു. ഉച്ചവരെയുള്ള വീഡിയോ ഒക്കെ എടുത്തു. നിങ്ങൾ ഫുഡ് കഴിഞ്ഞ ശേഷം പിന്നെ വീഡിയോ എടുത്തില്ല. ഇതുണ്ടോ, ധൈര്യം ഇല്ലാത്തവർക്ക് പറ്റിയൊരു പണിയായിരുന്നു ഈ ഊഞ്ഞാലാട്ടം. ഇത് എൻ്റെ മോളും ഉണ്ട്, ഏട്ടൻ്റെ കുട്ടിയുണ്ട്. വേറെ ഇത് ചക്കൻകുട്ടി, ചെറിയ ഏട്ടൻ്റെ മോൻ. പിന്നെ അതാ ഇങ്ങനെ ഒരു വരുമ്പോൾ ചെറിയൊരു ഗാർഡൻ മാതിരി, ഇങ്ങനെ അത്യാവശ്യം ഒരു ആന, താഴെ ഒരു ഇങ്ങനെ അരുവി, നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴുകി വരില്ലേ, ആ ഒരു കാണാൻ നല്ലൊരു ഭംഗി. നമുക്ക് കാണുമ്പോൾ ഒന്ന് കണ്ടു നിൽക്കാൻ തോന്നും, ആ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം. ചെറിയൊരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആനക്കുട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. ആനക്കുട്ടിയിൽ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആനക്കുട്ടൻ. ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ഞങ്ങൾ ബിരിയാണി, ഫിഷ്, ചില്ലി ചിക്കൻ, അങ്ങനെ ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ വെള്ളത്താണ് മൊത്തം. ഇത് ഞാനും ഏട്ടനുമാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു. ഏടത്തിയമ്മയും 2 ഏടത്തിയന്മാർ, ഇത് ഏടത്തിയമ്മയും മക്കളും എല്ലാവരും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോകളൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തുടർന്ന് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാലക്കാടുകാർക്ക് കാണാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഒരു ദിവസമൊക്കെ ലീവ് കിട്ടുമ്പോൾ നമുക്ക് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.